ഹായ് ഓൾ, എല്ലാവർക്കും കരിയർ മേക്കറിന്റെ പുതിയൊരു സെക്ഷൻ സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡീവൽ ഇന്ത്യയെ കുറിച്ചാണ്. ഓക്കെ, ഇപ്പോൾ ഏതൊരു സെൻട്രൽ ഗവൺമെന്റ് എക്സാം എടുത്താൽ പോലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാംസിന് ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ട് ലെവൽ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഭയങ്കര ഡെപ്തിലാണ് ചോദിച്ചു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണം മെഡീവൽ ഇന്ത്യ പഠിക്കേണ്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും നാൾ നടന്ന എക്സാമിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്ത് ചെയ്യുക, വെയിറ്റേജ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അതായത് നോർമലി ഇപ്പോൾ ഈ പറയുന്ന മെഡീവലിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും നാളത്തെയും ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച മേഖല എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് മുഗൾസ് ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ മുഗൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ഥാനത്ത് മുഗൾസിനെ നിർത്താൻ പറ്റും. പിന്നെ രണ്ടാമത് വരുമ്പോൾ അത് വരുന്നതാണ് ഡൽഹി സുൽത്താനേറ്റ്. ഓക്കെ, രണ്ടാമത് കൊടുക്കുന്ന ഡൽഹി സുൽത്താനേറ്റ് ആണ്. പിന്നെ മൂന്നാമത് വരുമ്പം നമ്മുടെ വിജയനഗര ആൻഡ് മറാത്താസ് വരുന്നുണ്ട്. ഓക്കെ, വിജയനഗര ആൻഡ് മറാത്താസ് വരുന്നുണ്ട്. പിന്നെ നാലാമതോട്ട് വരുന്ന സമയത്ത് ഏർലി മെഡീവൽ പീരീഡിലോട്ട് പോകുമ്പോൾ ഓക്കെ, ഈ പറയുന്ന പല്ലവ ഡൈനാസ്റ്റി, പുഷ്യപതി ഡൈനാസ്റ്റി, പിന്നെ ചാലുക്യാസ്, അങ്ങനെയുള്ള കുറച്ച് ഡൈനാസ്റ്റികൾ. ഓക്കെ, ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല മിസ്ലീനിയസ് ആയിട്ട് കുറച്ച് രജപുത്ര കിങ്ഡംസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഓക്കെ, മിസ്ലീനിയസ് ആയിട്ട് രജപുത്ര കിങ്ഡംസിനെ കുറിച്ചും ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഫോക്കസ് ചെയ്യുന്ന ഒരാൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് ഫോക്കസ് ചെയ്യേണ്ടത് ഇത്രയും ടോപ്പിക്സുകളാണ്. ഓക്കെ, മുഗൾസ്, ഡൽഹി സുൽത്താനേറ്റ്, വിജയനഗര, മറാത്താസ്, ഏർലി മെഡീവൽ, എന്താണ് പിന്നെ ഉള്ളത് മിസ്ലീനിയസ് ആയുള്ള രജപുത്ര കിങ്ഡംസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ബേസ് മാത്രം പഠിച്ചു വെച്ചാൽ പോരാ, കുറച്ചുകൂടെ ഡെപ്തിൽ എന്താണ് നടന്നതെന്ന് അറിയണം. കാരണം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു ഡൈനാസ്റ്റി ആയിട്ടുള്ള സ്ലേവ് ഡൈനാസ്റ്റിയെ കുറിച്ചായിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതെങ്ങനെ ഡൽഹി സുൽത്താനേറ്റ് ഫോർമേഷൻ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ എന്താണ് ഇതെങ്ങനെയാണ് ഇവിടെ എക്സ്റ്റാബ്ലിഷ് ആയി വന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ശരി, നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോവാം. ശരി, നമുക്കിവിടെ കണ്ടൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നത് ഫോർമേഷൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ഉണ്ട്, സ്ലേവ് ഡൈനാസ്റ്റി ഉണ്ട്, കൾജി ഡൈനാസ്റ്റി ഉണ്ട്, തുഗ്ലക് ഡൈനാസ്റ്റി ഉണ്ട്, സൈ ഡൈനാസ്റ്റി ഉണ്ട്, ലോധി ഡൈനാസ്റ്റി ഉണ്ട്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഡൈനാസ്റ്റികൾ എന്നുള്ള പേരിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് ആദ്യം പറയാം. ആദ്യം നിങ്ങൾ ഈ പറയുന്ന ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു ഫോർമേഷൻ എങ്ങനെയാണെന്ന് അറിയണം. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഓക്കെ, ഇന്ത്യയിലോട്ട് ഒരു കോമൺ എറ 712 ആദ്യമായിട്ടൊരു മുസ്ലിം ഇൻവേഷൻ ഉണ്ടാക്കുന്നതിന് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അതിനുശേഷം പല ഭരണാധികാരികളും അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരികളും ഇന്ത്യയിലോട്ട് വന്ന് ഇൻവേഷൻ നടത്തുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും അവസാനം വന്നൊരു വ്യക്തിയുണ്ട്. ഓക്കെ, അതായത് ഈ പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കകത്തൊരു എക്സ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ള മൈൻഡ് സെറ്റോട് ഒരു വ്യക്തിയുണ്ട്. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ പേരാണ് മുഹമ്മദ് ഗോറി. ഓക്കെ, അപ്പം മുഹമ്മദ് ഗോറി എന്നാണ് നമ്മുടെ ഈ പറയുന്ന ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മുഹമ്മദ് ഗോറി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം നമ്മുടെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാന്റെ നോർത്തേൺ പ്രദേശങ്ങളിലുള്ള ഗുരുദ് എന്ന് പറയുന്ന ഒരു എംപയറിലെ സുൽത്താനായിരുന്നു. ഓക്കെ, അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, ഇന്ത്യയിലോട്ടൊരു ഇൻവേഷൻ ഫോഴ്സ് നയിക്കുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പയ്യെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളും പിടിച്ചടക്കുന്നുണ്ട്. അതിന് കാരണമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ അദ്ദേഹത്തിന്റെ ചുൽപ്പടിയിലോട്ട് പോകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് 3 യുദ്ധങ്ങളാണ്. ഓക്കെ, ആ യുദ്ധങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് കോമൺ എറ 1191 നടക്കുന്ന ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ എന്ന് പറയും. ഇതെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന സാധനമാണ്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ, അതിനുശേഷം രണ്ടാമത് വരുന്നത് ഓക്കെ CE 1192 നടക്കുന്ന സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ. ഓക്കെ, സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ നടക്കുന്നുണ്ട്. സോ അത് കൂടാതെ മൂന്നാമതായിട്ട് ഓക്കെ 1194 നടക്കുന്ന കോമൺ എറ 1194 നടക്കുന്ന എന്താണ് ബാറ്റിൽ ഓഫ് ചാന്ദ്വാർ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 3 ബാറ്റിൽസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് ഒരു മുസ്ലിം ഭരണത്തിന് അടിത്തറ പായി കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം, ജസ്റ്റ് നോക്കിയോ. ഇതിൽ പറയുന്ന ആദ്യത്തെ ബാറ്റിൽ 1191 നടക്കുന്ന ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ. ഓക്കെ, ഇത് ഫൗട്ട് ചെയ്യുന്നത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ, ഇത് ഫൗട്ട് ചെയ്യുന്നത് പൃഥ്വിരാജ് ചൗഹാനും ഓക്കെ
ഗോറിയും തമ്മിൽ ഇത് ഫൗട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ ഡൽഹി അല്ലെങ്കിൽ എന്താണ് ഈ ഡൽഹിയുടെ നോർത്ത് പ്രദേശങ്ങൾ ഡൽഹിയൊക്കെ ഉൾപ്പെടുന്ന എന്താണ് ഈ ചഹമന ഡൈനാസ്റ്റിയിലെ രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവർ തമ്മിൽ നമ്മുടെ ഈ മോഡേൺ ഡേ പഞ്ചാബിലുള്ള ബട്ടിന്ദ എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തർക്കം പിന്നീട് എന്തായിട്ട് മാറും, യുദ്ധമായിട്ട് മാറുന്നു. ഓക്കെ, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്ന യുദ്ധമാണ് ഈ പറയുന്ന ബാറ്റിൽ ഓഫ് ടറൈൻ, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടറൈൻ എന്ന് പറയും. സോ ഈ യുദ്ധത്തിൽ ആരാണ് ജയിക്കുന്നതെന്ന് വെച്ചാൽ ആര് ജയിക്കും, പൃഥ്വിരാജ് ചൗഹാൻ ജയിക്കും. ഓക്കെ, ഈ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ ജയിക്കുന്നുണ്ട്. അതിനുശേഷം തൊട്ടടുത്ത വർഷം എന്ത് ചെയ്യുന്നുണ്ട്, ഈ 1191 യുദ്ധത്തിൽ പരാജയപ്പെട്ട ഗോറി വീണ്ടും ശക്തനായി തിരിച്ചു വരും 1192. ഓക്കെ, സോ വീണ്ടും 1192 എന്ത് നടക്കുന്നുണ്ട്, വീണ്ടും സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടറൈൻ നടക്കുന്നുണ്ട്. വീണ്ടും ആരൊക്കെയും ഫൗട്ട് ചെയ്യുന്നത്, പൃഥ്വിരാജ് ചൗഹാനും അതുപോലെ തന്നെ ഗോറിയും തമ്മിൽ വീണ്ടും ഫൗട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ യുദ്ധത്തിൽ ആര് ജയിക്കൂടെ, ഈ യുദ്ധത്തിൽ ഗോറി വിജയിക്കും. ഓക്കെ, സോ അതോടുകൂടി ഇന്ത്യയുടെ ഡൽഹി ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ആരെ കയ്യിലോട്ട് പോകും, ഈ പറയുന്ന ഗോറിയുടെ കയ്യിലോട്ട് പോകും. ഓക്കെ, അവിടെ കൊണ്ട് തീർന്നില്ല. അതിനുശേഷം തൊട്ട് താഴെയുള്ള കനോജൊക്കെ പോലുള്ള സ്ഥലങ്ങൾ. ഓക്കെ, സോ അതായത് 1194 ഈ പറയുന്ന ഡൽഹിയിലേക്ക് തൊട്ട് താഴെയുള്ള മറ്റൊരു കിങ്ഡം ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് ഗഹത്വാല എന്ന് പറയും. ഓക്കെ, എന്താണ് ഗഹത്വാല കിങ്ഡം എന്ന് പറയും. ഓക്കെ, ഈ ഗഹത്വാല കിങ്ഡത്തിലെ നമ്മുടെ കിങ്ങിന്റെ പേരാണ് രാജ ജയചന്ദ്ര എന്ന് പറയും. ഓക്കെ, രാജ ജയചന്ദ്ര എന്ന് പറയും. ഓക്കെ, അപ്പൊ രാജ ജയചന്ദ്രനും അതുപോലെ തന്നെ ഗൗറിയും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ചാന്ദ്വാർ എന്ന് പറയുന്നത് 1194. ഓക്കെ, ഈ യുദ്ധത്തിലും ആര് പരാജയപ്പെടും, ഈ പറയുന്ന രാജ ജയചന്ദ്ര പരാജയപ്പെടുകയും ഗോറി എന്ത് ചെയ്യും, ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹാർട്ട് എന്ന് പറയുന്ന പ്രദേശം മൊത്തം ആരെ കയ്യിലോട്ട് പോകും, ഈ പറയുന്ന ഗോറിയുടെ കയ്യിലോട്ട് പോകും. ഓക്കെ, സോ ഇതിന് ശേഷം ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ, ഇദ്ദേഹം ഈ പറയുന്ന അല്ലെങ്കിൽ ഗുരുത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ 3 ഗവർണർമാർക്ക് അല്ലെങ്കിൽ സ്ലേവ് കം ഗവർണർ എന്ന് പറയും, ഓക്കെ, അടിമയും അതുപോലെ തന്നെ മിലിറ്ററി കമാൻഡറൊക്കെ ആയിരുന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം വീഴ്ച കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ നോക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇദ്ദേഹം ചെയ്യുന്നതെന്ന് പറയുന്നത്, ഇദ്ദേഹം പിടിച്ചെടുത്ത സ്ഥലങ്ങൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ സ്ലേവ് കം മിലിറ്ററി ജനറൽ ആയിട്ടുള്ള താജുദ്ദീൻ എൽദിസിനും നസീറുദ്ദീൻ കൊബാച്ചയ്ക്കും അതുപോലെ തന്നെ കുതുബുദ്ദീൻ ഐബക്കിനും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ താജുദ്ദീൻ എൽദസിന് കിട്ടുന്നത് അഫ്ഗാനിസ്ഥാനിലെ മേഖലകളാണ് കിട്ടുന്നത്. ഈ പറയുന്ന നസറുദ്ദീൻ കുബാച്ചയ്ക്ക് കിട്ടുന്നത് എവിടെയാണ്, മുൾട്ടാൻ എന്ന് പറയുന്ന മേഖലയാണ് കിട്ടുന്നത്. പിന്നെ കുതുബുദ്ദീൻ ഐബക്കിന് കിട്ടുന്ന എവിടെയാണ്, അദ്ദേഹത്തിന് കിട്ടുന്നത് ലാഹോർ ആൻഡ് ഡൽഹിയാണ്. ഓക്കെ, ലാഹോർ ഡൽഹി പ്രദേശങ്ങളാണ്. ഓക്കെ, ലാഹോർ ആൻഡ് ഡൽഹി പ്രദേശങ്ങളാണ് കിട്ടുന്നത്. അപ്പം മുഹമ്മദ് ഗോറിയുടെ ഇൻവേഷൻ, അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു, പിടിച്ചെടുത്ത സ്ഥലങ്ങൾ ആർക്ക് കൊടുക്കുകയാണ്, അദ്ദേഹത്തിന്റെ ഭരിക്കാനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ 3 സ്ലേവ് കം മിലിറ്ററി ജനറൽമാർക്ക് കൊടുക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് താജുദ്ദീൻ എൽദിസ്, നസറുദ്ദീൻ കൊബാച്ച, പിന്നെയുള്ളത് കുതുബുദ്ദീൻ ഐബക്ക്. നമുക്കിതിനകത്ത് പഠിക്കേണ്ടതായിട്ട് ആരെ മാത്രമേ ഉള്ളൂ, ഈ പറയുന്ന കുതുബുദ്ദീൻ ഐബക്കിനെ മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന കുതുബുദ്ദീൻ ഐബക്കിന് ഒരു സ്ലേവ് ഉണ്ടായിരുന്നു. ഓക്കെ, കുതുബുദ്ദീൻ ഐബക്കിന് ഒരു സ്ലേവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, ബക്തിയാർ ഖൽജി എന്ന് പറയും. ഓക്കെ, എന്താണ് ബക്തിയാർ ഖൽജി എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ചില ബുക്കിനകത്ത് കിൽജി എന്ന് കേട്ടണം, കിൽജി എന്നാലും കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് ഖൽജി എന്നാണ് പറയുന്നത് കേട്ടോ, അതുകൊണ്ട് ഞാൻ ബക്തിയാർ ഖൽജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ബക്തിയാർ ഖൽജി എന്ന് പറയുന്നത് എന്താണ്, ഈ കുതുബുദ്ദീൻ ഐബക്കിന്റെ സ്ലേവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആരുമാണ്, മിലിറ്ററി കമാൻഡറും ആണ്. ഓക്കെ, മിലിറ്ററി കമാൻഡറും ആണ്. ഓക്കെ, അപ്പോൾ കുതുബുദ്ദീൻ ഐബക്കിന്റെ സ്ലേവ് ആണ് ബക്തിയാർ ഖൽജി. ഇതിവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ പിന്നീട് ഈ പറയുന്ന ഗുരിത് എംപയറിന് വേണ്ടിയിട്ട് ബംഗാളും അതുപോലെ തന്നെ ബീഹാറും കോൺക്വർ ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാൽ, ഓക്കെ, ബംഗാളും ബീഹാറും കോൺക്വർ ചെയ്യുന്ന ഈ പറയുന്ന ബക്തിയാർ ഖൽജിയാണ്. ഓക്കെ, ബംഗാളും ബീഹാറും കോൺക്വർ ചെയ്യാൻ പോകുന്ന ആരാണ്, ഈ പറയുന്ന ബക്തിയാർ ഖൽജിയാണ് കോൺക്വർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിന്റെ ഈ ഒരു ബംഗാൾ ബീഹാർ കോൺക്വസ്റ്റിന്റെ ഇടയ്ക്കാണ് ഇദ്ദേഹം നളന്ദയും വിക്രംശിലയും പോലുള്ള യൂണിവേഴ്സിറ്റി എല്ലാം തകർത്ത് കളയുന്നത്. ഇതൊരു PYക്ക് ചോദിച്ചിട്ടുണ്ട്. നളന്ദ വിക്രംശില യൂണിവേഴ്സിറ്റി ഡിസ്ട്രോയ് ചെയ്യുന്ന ഇൻവേഡിങ് ഫോൾ അല്ലെങ്കിൽ ഇൻവേഡിങ് ജനറൽ ആരെന്ന് ചോദിച്ചാൽ ആരാണ്, ബക്തിയാർ ഖൽജിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് ഗോറി വന്നതെന്നും ഗോറി എങ്ങനെയാണ് ഇവിടെ പിടിച്ചടക്കിയെന്നും അതുപോലെ തന്നെ അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സ്ലേവ് കം മിലിറ്ററി ജനറലേഴ്സിന് എന്ത് കൊടുക്കുന്നത്, വീതിച്ചു കൊടുത്തതെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. ശരി, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിനുശേഷം ഗോറി മരിച്ചു. ഓക്കെ, ഒരു 1206 ഒക്കെ ആവുന്ന സമയത്ത് ഗോറി മരിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ഒരു 1206 എന്ത് ചെയ്യുന്നുണ്ട്, ഗോറി ഡൈറ്റ്. ഓക്കെ, അപ്പോൾ ഗോറി 1206 മരിച്ചു പോകുന്നുണ്ട്. സോ ഗോറിയുടെ മരണശേഷം
അദ്ദേഹത്തിൻ്റെ എന്താണ് ഗവർണർ ജനറൽമാരുടെ അല്ലെങ്കിൽ ഗവർണേഴ്സിൻ്റെ കയ്യിലിരുന്ന ഈ പ്രദേശങ്ങൾ, ഓക്കെ, അദ്ദേഹത്തിൻ്റെ മിലിറ്ററി കമാൻഡേഴ്സിൻ്റെ ഇരുന്ന പ്രദേശങ്ങൾ എന്തായിട്ട് മാറും? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ അങ്ങനെ ഈ പറയുന്ന നസറുദ്ദീൻ കൊബാച്ച മുൾട്ടാൻ ഭരിക്കും. ഓക്കെ, നമ്മുടെ കുതുബുദ്ദീൻ ഐബക്കിന് ലാഹോറും ഡൽഹിയും കിട്ടും. അതുപോലെ തന്നെ ബക്തിയാർ ഖൽജി നേരെ ഇങ്ങോട്ട് പോകും. അദ്ദേഹം ബംഗാൾ ബീഹാർ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ബംഗാളിലെ ഖൽജി ഡൈനാസ്റ്റി തുടങ്ങും. ഓക്കെ, എന്താണ് ബംഗാളിലെ ഖൽജി ഡൈനാസ്റ്റി തുടങ്ങുന്നത്? ബക്തിയാർ ഖൽജിയാണ്. ഇത് പിന്നീട് ഡൽഹി സുൽത്താനേറ്റിൽ കാണപ്പെടുന്ന ഖിൽജി അല്ലെങ്കിൽ ഖൽജി ഡൈനാസ്റ്റിയുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. സോ ഇദ്ദേഹം ബംഗാളിലും ബീഹാറിലും ഇദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഖൽജി ഡൈനാസ്റ്റി തുടങ്ങുന്നുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് പഠിക്കുക, അത്രയ്ക്ക് ഡീറ്റെയിൽ പോകണമെന്നില്ല. ശരി, നമുക്ക് ശരിക്കും പഠിക്കേണ്ടത് കുതുബുദ്ദീൻ ഐബക്കിനെ കുറിച്ചാണ്. സോ ഇത് നിങ്ങൾ ആദ്യം പിന്നെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സംഭവത്തിനിടയ്ക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കുതുബുദ്ദീൻ ഐബക്കും ഈ പറയുന്ന നസറുദ്ദീൻ കൊബാച്ചയും എൽദസും തമ്മിൽ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അവസാനം എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ തമ്മിൽ ധാരണയിലൊക്കെ എത്തുന്നുണ്ട്. അതിനുശേഷം ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹം അല്ലെങ്കിൽ എന്താണ് ഈ ലാഹോറും ഡൽഹിയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന കുതുബുദ്ദീൻ ഐബക്ക് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എന്താണ് ഭരണം അല്ലെങ്കിൽ ഒരു നമുക്കൊരു ഭരണ എംപയർ എന്ന് പറയും. അതാണ് നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് വിളിക്കുന്നത്? ഓക്കെ, ഈ ഡൽഹി സുൽത്താനേറ്റ് പല കാലഘട്ടങ്ങളിൽ ഭരിച്ച 5 കുടുംബങ്ങൾ. ഓക്കെ, അതാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ലേവ് ഡൈനാസ്റ്റി, ഖൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സൈ ഡൈനാസ്റ്റി, അതുപോലെ തന്നെ ലോധി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഏകദേശം നിങ്ങൾക്കൊരു സ്ട്രക്ചർ കിട്ടിയതാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു കിങ്ഡം ഉണ്ട്. ഓക്കെ, ആ കിങ്ഡത്തിനകത്ത് ഭരിക്കുന്ന കുടുംബത്തിലെ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിലെ പരമ്പരകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈനാസ്റ്റി എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഡൽഹി എന്ന് പറയുന്ന ഒരു മാസീവ് എംപയർ. ഓക്കെ, ആ എംപയറിനെ ഭരിക്കുന്ന ഒരു ഫാമിലി, ദാറ്റ് ഈസ് സ്ലേവ്. ഓക്കെ, ഈ സ്ലേവിനകത്ത് തന്നെ പല പല ആൾക്കാരാണ് വരുന്നത്. ആദ്യം കുതുബുദ്ദീൻ ഐബക്ക് വരും, പിന്നീട് ആരം ഷാ വരും, പിന്നീട് ഇൽത്തുത്മിഷ് വരും, പിന്നെ റസിയ സുൽത്താൻ വരും. ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പരമ്പരയായിട്ട് പോകുന്നതാണ്. അപ്പോൾ അതാണ് ഒരു ഫാമിലി ലൈൻ ഓഫ് റൂളിംഗ് ആണ്. ദാറ്റ് ഈസ് വി കോൾ, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈനാസ്റ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ശരി. പിന്നെ ഇവിടെ ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഡൈനാസ്റ്റികളുടെ ഒറിജിൻ. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ഈ പറയുന്ന സ്ലേവ് ഡൈനാസ്റ്റി, ഖൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സൈ ഡൈനാസ്റ്റി, ഓക്കെ, ഇവരെല്ലാം ഈ 4 പേരും ടർക്കിഷ് ഒറിജിനാണ്. എന്താണ്? ടർക്കിഷ് ഒറിജിനാണ് കേട്ടോ. ഇവർ 4 പേരും ടർക്കിഷ് ഒറിജിനാണ്. ഓക്കെ, ഇതിൽ ഈ പറയുന്ന ലോധി ഡൈനാസ്റ്റി മാത്രമേ എന്തായിട്ടുള്ളൂ? ഒരു വ്യത്യാസമുള്ളൂ. സോ ദേ ബിലോങ്സ് ടു അഫ്ഗാൻ. ഓക്കെ, ഇവരെന്താണ്? ഇവർ അഫ്ഗാൻ ഒറിജിനാണ്. ഓക്കെ, ഈ പറയുന്ന ലോധി ഡൈനാസ്റ്റി എന്ന് പറയുന്നത് അഫ്ഗാൻ ഒറിജിനാണ്. ഓക്കെ, ബാക്കിയുള്ള 4 ഡൈനാസ്റ്റികൾ എന്താണ്? അതെല്ലാം ടർക്കിഷ് ഒറിജിനാണ്. അതെല്ലാം എന്താണ്? ടർക്കിഷ് ഒറിജിനാണ്. ഓക്കെ, ഈ പറയുന്ന ലോധി ഡൈനാസ്റ്റി മാത്രമേ അഫ്ഗാൻ ഒറിജിൻ ആയിട്ടുള്ളൂ. ക്ലിയർ ആണോ? സോ ഇത്രയാണ് ഡൽഹി സുൽത്താനിൻ്റെ ഒരു ഫോർമേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഏകദേശം നമുക്കൊരു രൂപം കിട്ടിയെന്ന് വിചാരിക്കുന്നത്. സോ ഇനി ഇതിന് ശേഷം ഫോർമേഷൻ പറഞ്ഞു. കുതുബുദ്ദീൻ ഐബക്കാണ് ഫോർമേഷൻ എന്ന് പറയുന്നുണ്ട്. സോ എന്താണ്? നോർത്ത് സെൻട്രൽ റീജിയൻ ഓഫ് ഇന്ത്യയിലെ കൺട്രോൾ കുതുബുദ്ദീൻ ഐബക്ക് ഗെയിൻ ചെയ്തതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ലേവ് ഡൈനാസ്റ്റി തുടങ്ങുന്നെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്ലേവ് ഡൈനാസ്റ്റിയിലോട്ട് പോകാം. സോ സ്ലേവ് ഡൈനാസ്റ്റി ചിലപ്പം പരീക്ഷയ്ക്ക് സ്ലേവ് എന്നായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ ചോദിക്കുന്നത് മാംലുക് ഡൈനാസ്റ്റി എന്നായിരിക്കും. എന്തായിരിക്കും? ചിലപ്പം മാംലുക് ഡൈനാസ്റ്റി ചോദിക്കുന്നത്. ഈ മാംലുക് എന്ന് വെച്ചാൽ ടർക്കിഷ് ഭാഷയിൽ ഒറിജിൻ എന്നർത്ഥം. ഓവൻഡ് എന്നാണ് അർത്ഥം. അതായത് സ്ലേവ് എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ചില എക്സാമിന് ഈ പറയുന്ന സ്ലേവ് ഡൈനാസ്റ്റി നമ്മൾ മാംലുക് ഡൈനാസ്റ്റി എന്നൊക്കെ പറയാറുണ്ട്. ഇനി അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? അവർ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ടർക്കിഷ് ആണ്. ഓക്കെ, അപ്പോൾ ഒറിജിൻ എന്താണ്? ഈ പറയുന്ന സ്ലേവ് ഡൈനാസ്റ്റിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ടർക്കിഷ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന ഡൈനാസ്റ്റി നമ്മൾ 3 സബ് ഡൈനാസ്റ്റിയിൽ ക്ലാസിഫൈ ചെയ്യും. അതങ്ങനെ നമ്മൾ കോമൺലി എടുത്തും കേൾക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്ലേവ് ഡൈനാസ്റ്റി നമ്മൾ 3 സബ് ഡൈനാസ്റ്റിയായിട്ട് പറയും. ഓക്കെ, കാരണം ഇപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയതുകൊണ്ട് നിങ്ങൾ ഇതും കൂടെ മനസ്സിലാക്കുക. അതായത് ഈ പറയുന്ന സ്ലേവ് ഡൈനാസ്റ്റി ആകത്തിന് 3 സബ് ഡൈനാസ്റ്റി വരുന്നുണ്ട്. സെയിം ഒരു ഫാമിലി പോലെ തന്നെയാണ്, പക്ഷേ അതിനെ സബ് ഡൈനാസ്റ്റിയിൽ വരുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതിൽ ഏറ്റവും ആദ്യം വരുന്നത് കുത്ബി ഡൈനാസ്റ്റി. ഓക്കെ, പിന്നെയുള്ളത് ഫസ്റ്റ് ഇൽബാരി ഡൈനാസ്റ്റി, പിന്നെയുള്ളത് സെക്കൻഡ് ഇൽബാരി ഡൈനാസ്റ്റി. ഓക്കെ, സോ ഈ ഇൽബാരി എന്ന് പറയുന്ന ഒരു ട്രൈബ് ഗ്രൂപ്പാണ്. ഓക്കെ, നമ്മുടെ ടർക്കിഷിലുള്ള ഒരു ട്രൈബ്സ് ആണ്. അപ്പം അതിൻ്റെ പേരിൽ നിന്ന് വരുന്നതാണ് ഇൽബാരി ഡൈനാസ്റ്റി. അതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് മുന്നോട്ടും പറഞ്ഞുതരാം. ഇനി കുത്ബി ഡൈനാസ്റ്റി ഉണ്ട്. കുത്ബി ഡൈനാസ്റ്റിയെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ആരെന്നായിരിക്കും വരുന്നത്? കുതുബുദ്ദീൻ ഐബക്കിൻ്റെ എന്നായിരിക്കും ആ പേര് വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് പ്രധാനമായിട്ടും ഒരു സബ് ഡൈനാസ്റ്റി രീതിയിലൊക്കെ പറയാനുള്ളത്. ഇനി നമുക്ക് ഓരോ വ്യക്തികളായിട്ട് നോക്കാം, അല്ലെങ്കിൽ ഓരോ പോപ്പുലർ ഭരണാധികാരികളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. സോ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് ആരെയായിരിക്കും? കുതുബുദ്ദീൻ ഐബക്കിനായിരിക്കും. ഓക്കെ,
സോ ഇദ്ദേഹത്തിനെ വിളിക്കുന്നത് എന്താണ്? ഫൗണ്ടർ ഓഫ് സ്ലേവ് ഡൈനാസ്റ്റി എന്ന് വിളിക്കുന്നത്. എന്താണ്? ഫൗണ്ടർ ഓഫ് സ്ലേവ് ഡൈനാസ്റ്റി. കാരണം ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ആ നോർത്ത് സെൻട്രൽ റീജിയൻ എല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഭരണം തുടങ്ങുന്നത്. ഓക്കെ, പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സോ ഇദ്ദേഹം സ്ലേവ് ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇദ്ദേഹം അഡോപ്റ്റ് ചെയ്തു, എന്ത് സുൽത്താൻ എന്ന് പറയുന്ന ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ എഴുതി വെക്കരുത് ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ഡൽഹിയാണെന്ന്. ഇദ്ദേഹം ഭരിച്ചത് എവിടെ നിന്നാണ്? ലാഹോറിൽ നിന്നാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ പറയുന്ന സമയത്ത് ഡൽഹി സുൽത്താനേറ്റ് ആണെങ്കിലും ഇനിഷ്യലി ഇതിൻ്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? ലാഹോർ ആയിരുന്നു. അപ്പോൾ ഈ പറയുന്ന കുതുബുദ്ദീൻ ഐബക്ക് ഈ സ്ലേവ് ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്തിട്ട് അതിനുശേഷം അദ്ദേഹം സുൽത്താൻ എന്ന് പറയുന്ന ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം ഭരിക്കുന്നത് എവിടെ നിന്നാണ്? ലാഹോറിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇനിഷ്യൽ ക്യാപിറ്റൽ എവിടെയാണ്? ലാഹോറാണ്. ഓക്കെ, പിന്നെ ഇദ്ദേഹം ടർക്കിഷ് സ്ലേവ്, മുഹമ്മദ് ഗോറി ടർക്കിഷ് സ്ലേവാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യക്കകത്തുള്ള ഒരു മുസ്ലിം റൂളിൻ്റെ റിയൽ ഫൗണ്ടർ എന്ന് പറയുന്നതും മുഹമ്മദ് ഗോറിയാണ്, കുതുബുദ്ദീൻ ഐബക്ക് നമ്മൾ പറയുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിനെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലാഖ് ബക്ഷ്. എന്താണ്? ലാഖ് ബക്ഷ് എന്ന് വെച്ചാൽ ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ എന്നർത്ഥം. ഓക്കെ, ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ലാഖ് ബക്ഷ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹം ഇന്ത്യക്കകത്ത് എന്താണ് കൺസ്ട്രക്ട് ചെയ്യുന്ന 2 മോസ്കുകളെ പറയാം. സോ ഒന്നെന്ന് പറയുന്നത് കുവാത്തുൽ ഇസ്ലാം. എന്താണ്? കുവാത്തുൽ ഇസ്ലാം. ഓക്കെ, സോ ഈ ഇദ്ദേഹം കുവാത്തുൽ ഇസ്ലാം കെട്ടുന്നത് ഡൽഹിയിലാണ്. ഓക്കെ, ഡൽഹിയിലാണ് കുവാത്തുൽ ഇസ്ലാം. അതുപോലെ തന്നെ ഇദ്ദേഹം എന്താണ് അജ്മീറിൽ കെട്ടുന്ന ഒരു മോസ്ക് ഉണ്ട്, ദാറ്റ് ഈസ് അദായി ദിൻകാ ജോൺപാര. എന്താണ്? അദായി ദിൻകാ ജോൺപാര എന്ന് പറയും. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഷെഡ് ഓഫ് 2.5 days എന്നാണ് കേട്ടോ. ഈ അദായി ദിൻകാ ജോൺപാര അർത്ഥം എന്ന് പറയുന്നത് ഷെഡ് ഓഫ് 2.5 days എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള 2 കൺസ്ട്രക്ഷൻ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹം ഇന്ത്യയിലേക്ക് അത് പണിയുന്നുണ്ട്. പിന്നെയുള്ളത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട എന്താണ് സ്കോളേഴ്സ് ആയിരിക്കും നോക്കാം. സോ ആദ്യത്തേത് ഹസൻ നിസാമി. ഓക്കെ, എന്താണ്? ഹസൻ നിസാമി. ഈ ഹസൻ നിസാമിയുടെ എന്താണ് അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ പേരാണ് താജുൽ മാസീർ. എന്താണ്? താജ് ഉൽ മാസീർ. ഓക്കെ, താജുൽ മാസീർ. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കൃതികളൊക്കെ പഠിച്ച് ചോദിക്കും. ഓക്കെ, താജുൽ മാസീർ. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? കുതുബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്കോളറിന്റെ പേര് ചോദിച്ചാൽ ഹസൻ നിസാമി, അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേരെന്താണ്? താജുൽ മാസീർ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെയുള്ളത് ഫക്രുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. ഓക്കെ, ഫക്രുദ്ദീൻ, അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേരാണ് താരിഖ് ഇ മുബാറക് ഷാഹി. എന്താണ്? താരിഖ് ഇ മുബാറക് ഷാഹി. ഓക്കെ, സോ ഈ പറയുന്ന ഫക്രുദ്ദീന്റെ വർക്കിന്റെ പേരെന്താണ്? താരിഖ് ഇ മുബാറക് ഷാഹി. മുബാറക് ഷാഹി എന്നുള്ളതാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഇദ്ദേഹം കോമൺലി എല്ലാവരും പറയുന്നത് ഇദ്ദേഹം പണിയെടുപ്പിക്കുന്നതെന്ന് പറയുന്ന ഒരു ബിൽഡിംഗ്, ദാറ്റ് ഈസ് എന്താണ്? കുത്തംപിനാർ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ഇദ്ദേഹം കുത്തംപിനാറിന്റെ എന്താണ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് ചെയ്യുന്നു? കുത്തംപിനാറിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിയോ, കുത്തംപിനാർ എന്ന് പറയുന്ന ഇന്ന് ലോക പ്രശസ്തമായിട്ടുള്ള മാർവൽസ് ആയിട്ടുള്ള ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആരാണ്? അത് ഐബക്കാണ്. അത് ഒരു ഡൗട്ടും ഇല്ല. കുതുബുദ്ദീൻ ഐബക്ക് തന്നെയാണ് ഈ പറയുന്ന കുത്തംപിനാറിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ആകപ്പാടെ എന്താണ്? ഫസ്റ്റ് സ്റ്റോറി മാത്രമേ അയാൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് സ്റ്റോറി മാത്രമേ അയാൾ എന്ത് ചെയ്യുന്നുള്ളൂ? കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളൂ. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ വേറെ ആൾക്കാരാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം എന്താണ്? കുത്തംപിനാറിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാൽ അത് കുതുബുദ്ദീൻ ഐബക്കാണ്. ഓക്കെ, സോ ഇത് എന്തിനു വേണ്ടിയിട്ടാ പണിയെടുപ്പിക്കുന്നത് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർ വിചാരമുണ്ട് അദ്ദേഹത്തിന്റെ പേരിന്റെ ഈ പറയുന്ന ആദ്യത്തെ എന്താണ് ഫസ്റ്റ് നെയിമിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. സോ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട സൂഫി സന്യാസിയായിരുന്നു ഖ്വാജ കുതുബുദ്ദീൻ ബക്തിയാർ കാക്കി എന്ന് പറയും. എന്താണ്? ഖ്വാജ കുതുബുദ്ദീൻ ബക്തിയാർ കാക്കി. സോ ആ ഖ്വാജ കുതുബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ മെമ്മറി ആയിട്ടാണ്, അല്ലെങ്കിൽ മെമ്മോറിയൽ ആയിട്ടാണ് എന്ത് പണിയെടുപ്പിക്കുന്നത്? ഈ പറയുന്ന കുത്തംപിനാർ പണിയെടുപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും എക്സാമിന് ചോദിച്ച കണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഈ 2 ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കുത്തംപിനാർ കൺസ്ട്രക്ട് ചെയ്ത ആരാണ്? അത് ശരിക്കും പറഞ്ഞാൽ ആരാണ്? സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമാണ് കുതുബുദ്ദീൻ ഐബക്ക്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അടുത്തതായിട്ട് വരുന്ന തലമുറയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇദ്ദേഹം എന്തിനു വേണ്ടിയിട്ട് പണിയെടുപ്പിച്ചെന്ന് വെച്ചാൽ എന്താണ്? സൂഫി സെയിന്റ് ആയിട്ടുള്ള ഖ്വാജ കുതുബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ മെമ്മോറിയൽ ആയിട്ടാണ് ഇത് പണിയെടുപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹം എന്താണ് 1210 മരിച്ചു എന്നുണ്ട്. ഓക്കെ, ഹി ഡൈഡ് ഇൻ 1210. ഓക്കെ, ആ കാരണം എന്ന് പറയുന്നത് പ്ലേയിങ് ചൗഗാൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ചൗഗാൻ എന്ന് പറയുന്ന ഒരു ഗെയിം കളിക്കുന്നതിനിടയ്ക്ക് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹം മരിച്ചു പോകുന്നുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഈ ചൗഗാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് മോഡേൺ ഡേ ഹോഴ്സ് പോളോ ആയിട്ടൊക്കെ പറയാം. ഓക്കെ, ഹോഴ്സ് പോളോ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഹോഴ്സ് പോളോ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക്
കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ചു. ഓക്കെ, ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ചു പോകുന്ന ഒരു ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്? കുതുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം മരിച്ചു പോകുന്നത് എന്താണ്? 1210 ഇദ്ദേഹം മരിച്ചു പോകുന്നുണ്ട്. എന്താണ് കാരണം എന്ന് വെച്ചാൽ എന്താണ്? ഈ ഹോഴ്സ് പോളോ അല്ലെങ്കിൽ ചൗഗാൻ കളിക്കുന്ന ഇടയ്ക്ക് എന്ത് പറ്റുന്നുണ്ട്? കുതിരപ്പുറത്തുനിന്ന് വീണ് മരിച്ചു പോകുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പം ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ പഠിച്ചത് എന്താണ്? എങ്ങനെയാണ് ഡൽഹി സുൽത്താൻ അല്ലെങ്കിൽ ഇന്ത്യയിലോട്ടൊരു മുസ്ലിം എന്താണ് എംപയറിൻ്റെ ബേസിക് സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ എന്ത് പഠിച്ചു? പിന്നീട് നമ്മൾ ഡൽഹി സുൽത്താൻ എങ്ങനെ ഫോം ചെയ്യുന്നു പഠിച്ചു. പിന്നെ അതിൻ്റെ ആദ്യ കാലഘട്ടം എന്താണെന്ന് പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? നമ്മൾ ആദ്യത്തെ റൂളറെ കുറിച്ചും പഠിച്ചു. ഓക്കെ, കുതുബുദ്ദീൻ ഐബക്കിനെ കുറിച്ചും പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഓൾ.